ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LPUP മാരത്തോണുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സുമായിട്ട് വന്നതാണ്. ഈ ക്ലാസ്സിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് എഴുതി നോക്കുക. ഞാൻ ആദ്യം ചോദ്യങ്ങൾ വായിക്കും, നിങ്ങളതിലെ ഉത്തരങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ശേഷം ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 15 ചോദ്യമാണ്. 15 വാങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ആദ്യത്തെ ചോദ്യം നമ്മുടെ സിലബസിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തതേത്? ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം എന്നിങ്ങനെ 3 കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 1, 2 മാത്രം, 2, 3 മാത്രം, 3 മാത്രം, മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ള ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 19 ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തതേത് എന്നാണ് ചോദ്യം. ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ, സംഘടനാ സ്വാതന്ത്ര്യമാണോ, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണോ? അല്ലെ, 19 നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ആ സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തതേത് എന്നുള്ളതാണ് ചോദ്യം. യെസ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തതേത് എന്നുള്ളതാണ് ചോദ്യം. ചബലുണ്ട്, ബൈതർണിയുണ്ട്, ബദ്വയുണ്ട്, സോൺ ഉണ്ട്. അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം. സാധാരണ ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ ഇത് ചോദിക്കാറുള്ളതാണ്, കാണാറുള്ളതാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും സാധ്യതയുള്ള ഒരു ഭാഗമാണ്. നാലാമത്തെ ചോദ്യം, അതിൽ ഓപ്ഷൻ വായിച്ചില്ല. 1957, 1995, 1975, 1985 എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ആസൂത്രണ കമ്മീഷൻ 50 സ്ഥാപിച്ചു, 1950 സ്ഥാപിച്ചു. 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. ഇപ്പോൾ 2022-23 ആ കാലത്ത് 14-ാം പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത്. 14-ാം പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത്. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് എന്നുള്ളതാണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തന്നത്. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായവ എന്നാണ് ചോദ്യം. തെറ്റായതല്ല ചോദിച്ചത്, ശരിയായ പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. 1, 2 ശരിയാണ്, 2, 3, 4 ശരിയാണ്, 1, 2, 4 ശരിയാണ്, 1, 2, 3, 4 ശരിയാണ് എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത്തിരി സംശയം ഉണ്ടാവും, ഒന്ന് നന്നായിട്ട് വായിക്കുക, ശ്രദ്ധിക്കുക. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആ പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. തെറ്റായതൊന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. 5-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ സമത്വ സമാജം. ഇതിൽ തെറ്റായ ബന്ധം കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് സിമ്പിളാണ്. 1, 3, 3 മാത്രം, 2, 3, 1 മാത്രം. 6-ാമത്തെ ചോദ്യം, ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ്. കാൾവൗസ്, റോബർട്ട് എച്ച് വിറ്റാക്കർ, പിന്നെ കാൾ ലീനിയസ്, ജോൺ റേ എന്നിങ്ങനെയുള്ള 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 5 കിങ്ഡമായിട്ട് ജീവികളെ വർഗീകരിച്ച സസ്യശാസ്ത്രജ്ഞൻ ആര്? 7-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? റൗലറ്റ് ആക്ട് 1915, ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. ഇതിൽ താഴെ പറയുന്നത് ശരിയായ ക്രമം ഏതാണ് എന്നാണ് ചോദ്യം. 1, 2, 2, 4, 2, 3, 2, 3, 4 ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കുക. ഇവിടെ തന്നെ ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അതിലേക്ക് കിട്ടും. ശരിയായവയാണ് പറഞ്ഞത്, ഓർഡർ ആക്കാനല്ല, ക്രമമാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ആദ്യം നടന്നത് ആദ്യം, അതിനുശേഷം ആ ഒരു ഓർഡർ അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഓപ്ഷൻ അനുസരിച്ചിട്ടുള്ള ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്.
സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ ഓരോന്നിൻ്റെയും വർഷം നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ തന്നിട്ടുണ്ട്. അത് തെറ്റുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ഉത്തരത്തിൽ കിട്ടാൻ കഴിയും. 8ാമത്തെ ചോദ്യം, പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായൺ, ബൽവന്ത് റായ് മേത്ത, MN റോയ്, SK ഡേ ആണ് എന്നാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം, മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട പ്രദേശങ്ങൾ ഇന്ന് ഏതു രാജ്യത്താണ്? ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, പാകിസ്ഥാൻ എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. 10ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 28, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 39 എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം, ഓട്ടിസം, സെറിബ്രൽ പാൾസി, അതുപോലെ തന്നെ ബുദ്ധിമാന്ദ്യം, ബഹുതര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമം. PWD ആക്ട് 1995, മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987, നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 ഇവയൊന്നുമല്ല എന്നിങ്ങനെയാണ് ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുതര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമം. 12ാമത്തെ ചോദ്യം, അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആര്? അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചതാര്? EMS നമ്പൂതിരിപ്പാട്, P കൃഷ്ണപിള്ള, K ദാമോദരൻ, AV കുഞ്ഞമ്പു എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. AV കുഞ്ഞമ്പു, K ദാമോദരൻ, P കൃഷ്ണപിള്ള, EMS നമ്പൂതിരിപ്പാട്. എന്താണ് ചോദ്യം? അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചതാര്? 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ഇതിൽ ഏത് ഓപ്ഷൻ വെച്ചിട്ടാണ്? ആർട്ടിക്കിൾ 1 ആണോ, പരമാധികാരി എന്ന വാക്കാണോ, ആമുഖമാണോ, ഭാഗം 3 ആണോ? എന്താണ്? ഇന്ത്യൻ ജനങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് എന്ന് സൂചിപ്പിക്കുന്നത് ഏതിലാണ്? ഭാഗം 3-ലാണോ, പരമാധികാരി എന്ന വാക്കുകൊണ്ടാണോ, ആർട്ടിക്കിൾ ആണോ, ആമുഖമാണോ എന്നാണ് ചോദ്യം. സിമ്പിളാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്. 14ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവ, സമ്പൂർണമായവ, നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ഭേദഗതി വരുത്താവുന്നവ. എല്ലാം ശരിയാണ്, 2 മാത്രം തെറ്റാണ്, 2ഉം 4ഉം തെറ്റാണ്, 1 മാത്രം ശരിയാണ്. മൗലികാവകാശങ്ങൾ എന്നാൽ ഒന്ന് പോസ് ചെയ്യുക, വായിക്കുക, നോക്കുക. 15ാമത്തെ ചോദ്യം, അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി, നെഹ്റു, വല്ലഭായ് പട്ടേൽ, അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ, K കേളപ്പൻ എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യാം? 15 ചോദ്യമായി ആൻസേഴ്സ് പരിശോധിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 പ്രകാരം സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ആവിഷ്കാര സ്വാതന്ത്ര്യം പെടും അല്ലേ, സംഘടനാ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടുമുണ്ട്, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം പെടുന്നില്ല. അപ്പോൾ ഇവിടെ 3 വരില്ല, ഓൺലി 3 അല്ലേ, ഓൺലി 3 എന്നുള്ളതാണ്. ഓപ്ഷൻ C ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. കാരണം സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. 2ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ബൈധർണിയാണ്. ചബലും ബദ്വിയും സോണും അല്ല, ബൈധർണിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. യെസ്. 3ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പദ്ധതി നടപ്പിലാക്കിയ വർഷമാണ് ചോദിച്ചത്. 1975 എന്നുള്ളതാണ് ഉത്തരം. C ആണ്. 4ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ 50-ൽ സ്ഥാപിച്ചു എന്ത് ആസൂത്രണ കമ്മീഷൻ? ഒക്കെയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് യെസ് ശരിയാണ്. ഇപ്പോൾ 14ാം പഞ്ചവത്സര പദ്ധതി തെറ്റാ, 12 നമുക്കുള്ളൂ അല്ലേ, 2017 വരെ ഉള്ളൂ. അതിനുശേഷം നമുക്ക് പഞ്ചവത്സര പദ്ധതികളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായവയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 1 ശരിയാണ്, 2 ശരിയാണ്. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ശരിയായിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഒഴികെ ബാക്കി എല്ലാം ശരിയാണ്. അപ്പോൾ 1, 2 ശരിയാണ് പറയാൻ പറ്റില്ല, 2, 3, 4 ശരിയാണ് പറയാൻ പറ്റില്ല. 1, 2, 4 ഇവിടെ C ആണ് ശരിയായിട്ടുള്ളത്.
ഇത് ശരിയാണ് അല്ലേ. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം, കാർഷിക മേഖലയ്ക്ക് സമത്വം. അപ്പോൾ ഇത് മൂന്നെണ്ണം ശരി. ഈ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ വന്നിട്ടുള്ളത് 1, 2, 4 ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. 1, 2, 4 ശരിയാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ശരിയാണ്. വക്ക അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനബ ശരിയാണ്. വാഗ്ബടാനന്ദൻ സമത്വ സമാജം എന്നാ പറഞ്ഞത്. സമത്വ സമാജം വാഗ്ബടാനന്ദനാണോ? അല്ല. യെസ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഉത്തരം വരിക? 1, 2 എന്നുള്ളതാണ് ശരി. താഴെ പറയുന്നത് തെറ്റായ ബന്ധമാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തെറ്റായ ബന്ധം എന്ന് പറയുമ്പോൾ 3 മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡിയായിട്ടുള്ളത് അല്ലേ. യെസ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം, ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ചത് റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ക്രമമാണ് പറഞ്ഞത്. ഇപ്പോൾ നോക്കുക, ദണ്ഡി മാർച്ച് 30 ഒക്കെയാണ്, സൈമൺ കമ്മീഷൻ 28 ഒക്കെയാണ്, ഗാന്ധി ഇർവിൻ 31 ഒക്കെയാണ്. റൗലറ്റ് ആക്ട് വന്നത് 1919, അത് 15 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് തെറ്റ്. അപ്പോൾ ശരിയായ ക്രമമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1, 2 തെറ്റാണ് അല്ലേ. പിന്നെ 2, 4 മാത്രമല്ല, 3 വരും അല്ലേ. 2, 3, 4 ശരി. അപ്പോൾ 2, 3, 4 ആണ് ശരി. ശരിയായ ക്രമം അത് തന്നെയാണ് കേട്ടോ. 2, 3 അതുപോലെ തന്നെ 4 ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. എട്ടാമത്തെ ചോദ്യം, പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് MN റോയ് ആണ്. യെസ്. ഒൻപതാമത്തെ ചോദ്യം, മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട സംസ്കാരങ്ങൾ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. പത്താമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, നമുക്ക് മൗലികാവകാശങ്ങൾ കോടതിയെ സമീപിക്കാവുന്ന അല്ലേ, നമുക്ക് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണ്, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. അതുകൊണ്ടാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് കേട്ടോ. 11ാമത്തെ ചോദ്യം, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുതര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമം നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നമ്മുടെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരും. 12ാമത്തെ ചോദ്യം, അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു ആണ് കേട്ടോ. AV കുഞ്ഞമ്പു ആണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യയിലെ ജനങ്ങളാണ്, ഭാരതത്തിലെ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 1 പരമാധികാരി എന്ന വാക്കാണോ? ആമുഖമാണോ ചോദിച്ചാൽ ആമുഖമാണ് കേട്ടോ. ആമുഖമാണ്. 14ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവ, സമ്പൂർണമായവ, നെഗറ്റീവോ പോസിറ്റീവോ ആവാം, ഭേദഗതി വരുത്താവുന്നവ. നോക്കുക, മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാവുന്നവയാണ്, നെഗറ്റീവോ പോസിറ്റീവോ ആണ്, ഭേദഗതി വരുത്താൻ കഴിയുന്നവയാണ്. അതായത് സമ്പൂർണമായവ എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ശരി ഉത്തരം വരുന്നത് 2 മാത്രം തെറ്റാണ് എന്നുള്ളതാണ്. 2 മാത്രം തെറ്റാണ്. എല്ലാം ശരി എന്ന് പറയാൻ കഴിയില്ല. 2ഉം 4ഉം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. 2ഉം 4ഉം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. 4 ഭേദഗതി വരുത്താം, അതുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. 1 മാത്രം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എന്താണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്. 2 മാത്രം തെറ്റാണ് എന്നുള്ളതാണ്. 15ാമത്തെ ചോദ്യം, അഖാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 15 ചോദ്യം നോക്കി. ഇതിൽ ഏതൊക്കെ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്, ഏതൊക്കെ നിങ്ങളുടെ തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു ബാച്ച് LPUPക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് ഇന്നിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പരീക്ഷ വരെയുള്ള ഒരു കോഴ്സായിരിക്കും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷനുമായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് വിളിക്കുക കേട്ടോ. താങ്ക് യു.